ഈ ഇറങ്ങിയില്ലേ? ഇല്ലടാ. ഞാൻ ഇവിടെ എത്താറിട്ടോ. ഞാൻ വരണോ? അതെന്ത് വർത്താനടാ, നമ്മള് കസിൻസ് അല്ലേ, നമ്മുടെ കുടുംബത്തിലെ കല്യാണമൊക്കെ നമ്മള് പോണ്ടേ? എല്ലാം എന്റെ ഏരിയയാണ്, ഞാൻ പറഞ്ഞിട്ട് ശരിയാക്കാം. എന്നെ ആർക്കും അറിയാം, എന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നീന്റെ ഒപ്പം എന്നാ പറയാ. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, നല്ല ഫുഡ് കിട്ടും. എന്തായാലും പോരെ. എടാ നീ ഒന്നും പറയണ്ട, നമ്മൾ രണ്ടാളൊന്ന് പോകും. ശരി, ഞാൻ വരാം. എടാ ആരും നോക്കണില്ലല്ലോ. എടാ അത് അങ്ങനെ തന്നെടാ, ഞാൻ ഈ മാസ്ക് ഇട്ടിരിക്കണോണ്ടാ. പിന്നെ പക്ഷെ ഒരു റൂം നോട്ടം നോക്കണ്ട. അങ്ങനെയാണ്, ഇപ്പൊ നമ്മള് കുറെ പേരില്ലേ, എല്ലാവരും അവർക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിപ്പോ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ മാസ്ക് ഊരിപ്പോ എല്ലാരും കെട്ടിക്കൊണ്ട് സംസാരിക്കും. കാരണം എനിക്ക് എടാ ഞാൻ മാസ്ക് നീ ഊരിടാ, നീ ഊരി. കുറച്ച് പേരൊക്കെ നോക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതല്ല ആ പെണ്ണ് നോക്കുന്നുണ്ടെങ്കിൽ പച്ചക്കാർ നോക്കണ്ട്. വൈശുവേട്ടാ എപ്പോഴാ വന്നേ? ആ ആ ആ എന്നാ ഞാൻ പോട്ടെ കേട്ടോ വൈശുവേട്ടാ, പിന്നെ കാണാം. ഓ കിടാൻ വരുന്നു, പെട്ടി പെട്ടി. മോനെ മോനെ, ഏറെ കാലത്ത് ശേഷം അതിഥികൾ വരുന്നൊരു മഹത്തായ എടാ എടാ, നിങ്ങളെ ഓസി അടിക്കാൻ വന്ന ചെക്കന്മാരല്ലടാ. ആ മാസ്ക് എന്താ എത്ര മാസ്ക് എന്താ അജിക്കേ? എടാ എടാ, നീ ആ കേശവന്റെ മോനല്ലടാ? നീ ആരുടെ മോനാടാ? രാജന്റെ മോനാ, അറിയില്ല? ഓ ഓ ഓ, അറിയില്ല കേട്ടോ. എടാ എടാ, കണ്ടാത്തതിൻ്റെ ഒരു കള്ള ലക്ഷണം ഉണ്ട്. എടാ ഇനി അവൻ്റെ ഒപ്പം കൂടി ചീത്ത വന്നിട്ടുണ്ട് കേട്ടോ. കേശവനെ അതിൻ്റെ പ്രശ്നം വരാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പം ശരി. ഓ ഇതെന്താ, എൻ്റെ കാലത്തൊക്കെ ഇത് രാംരാജ് ഉണ്ടായിരുന്നു, ഇപ്പത്തെ ബജാജ് ആക്കിയോ? കാലത്തിൻ്റെ ഒക്കെ ഒരു പോക്കേ. ഇവനെ വിളിച്ചോടുന്ന് ഞാനാണല്ലോ പോസ്റ്റ് ആയത്, ഒരു തെണ്ടിക്ക് പോലും അറിയുന്നില്ല. പുല്ല്. എടാ ആരടാ അവൻ? രമണിയമ്മന്റെ മൂത്ത മോന്റെ ഇളയ സന്താനം ഉണ്ണിക്കുട്ടൻ. ഇൻസ്റ്റയില് കണ്ടിട്ട്. എടാ നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂടാ. എടാ ഇവനെ നിനക്ക് മനസ്സിലായില്ലേ? എടാ എന്നെ നിനക്ക് മനസ്സിലായില്ലേ? ഉണ്ണിക്കുട്ട കുഞ്ഞുണ്ണിയടാ. ഓർമ്മയില്ലടാ, ഓർമ്മയില്ല, സോറിടാ. എടാ വാടാ, നമ്മളെ ചെക്കന്മാർ ഫോട്ടോ എടുക്കുന്നേ വാ. എടാ ഞാനെന്നാ അങ്ങോട്ട്. എല്ലാം എന്റെ ഏരിയയാണ്, ഞാൻ പറഞ്ഞിട്ട് ശരിയാക്കാം. എന്നെ ആർക്കും അറിയാം, എന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നിന്റെ ഒപ്പം എന്നാ പറയാ.